പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴും നന്ദു ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് പറയാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ സ്വഭാവമൊക്കെ മാറിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന്. എന്തെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന എന്നിങ്ങനെ അനിയോട് ചോദിക്കുമ്പോൾ അനി പറയുകയാണ്, ജീവിതം തന്നെ മടുത്തിട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു ഞാനും നന്ദുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങളാരും അതിൽ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ്, നീ അത് മാത്രം പറയരുത്, നീ നന്ദുമായിട്ടുള്ള ബന്ധത്തിന് ഞങ്ങൾ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തതാണെന്ന്. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നന്ദുവിൻ്റെ ജീവിതം ഇങ്ങനെ നടക്കാതെ പോയത് അവളുടെ ചേച്ചിമാർ കാരണം തന്നെയാണ്. അവരുടെ ജീവിതവും പരിഗണനയിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് നന്ദുവുമായിട്ടുള്ള നിൻ്റെ ജീവിതം നടക്കാതെ പോയതെന്ന്. അപ്പോൾ അനി പറയുകയാണ്, ജീവിതം തന്നെ മടുത്തു, ഇനി എപ്പോഴും വേണമെങ്കിലും ആത്മഹത്യ ചെയ്യും എന്നുള്ള ഇതിലാണ് അനി സംസാരിക്കുന്നത്. അപ്പോൾ അനിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നും പോവുകയാണ്. പോയി നേരെ വരുന്നത് നന്ദുവിൻ്റെ അടുത്താണ്. എന്നിട്ട് അവർ പറയുകയാണ്, അനിയാണെങ്കിൽ ജീവിതം തന്നെ മടുത്ത് ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. അപ്പോൾ നന്ദു ആണെങ്കിൽ അനിയുടെ ജീവിതത്തിൽ മാറി അകന്നാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അതിനുശേഷം അവർ പറയുകയാണ്, ഒരു ജീവൻ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. നിങ്ങളൊക്കെ ഇങ്ങനെ അവൻ്റെ കയ്യിൽ കാണിച്ചാൽ പിന്നെ അവൻ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങളല്ലേ അവന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നീ അവനിൽ നിന്ന് അകലുമ്പോൾ അവന് കൂടുതൽ മരണത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദുവിന് അനിയുടെ കാര്യം ഓർത്ത് ഭയങ്കര വിഷമമാണ്. ഇതിത്രയും പറഞ്ഞിട്ട് അനിയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അനാമികയാണ് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അനാമികയായിട്ടുള്ള വിവാഹമല്ല അനിയുടേത് കഴിഞ്ഞ് അതിൽ നിന്ന് ഇനി മാറാൻ മുത്തശ്ശൻ സമ്മതിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് മാറുന്നതിനേക്കാളും അവൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. അനി ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നതൊക്കെ ആത്മഹത്യ ചെയ്യാൻ വീഴുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു നിൽക്കുകയാണ്. അതേസമയം നന്ദു ആണെങ്കിൽ പെട്ടെന്ന് അനിയെ ഫോൺ വിളിക്കുകയാണ്. അനിയാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയം നന്ദുവിൻ്റെ കോൾ കാണുമ്പോൾ അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. നന്ദുവിൻ്റെ ഫോൺ കാണുമ്പോൾ അനി എടുക്കുകയാണ്. എടുത്തിട്ട് അനി ചോദിക്കുകയാണ്, എന്താ നന്ദു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു ആകെ വിഷമിച്ച് പരിഭ്രാന്തിയോടെ പറയുകയാണ്, നിന്നെ എനിക്ക് പെട്ടെന്ന് കാണണം, നീ പെട്ടെന്ന് അമ്പലത്തിലേക്ക് വാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനി അമ്പലത്തിലേക്ക് വരികയാണ്. അനീനെ കാണുന്ന സമയത്ത് നന്ദു അനീൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അനിയാണെങ്കിൽ അനിയുടെ വിഷമം മുഴുവനും നന്ദുവിൻ്റെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കൊരിക്കലും അനാമികയെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്ന്, ജീവിതം തന്നെ മടുത്തു പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അനി പറയുകയാണ്, നീയാണ് എൻ്റെ ജീവിതത്തിൽ വന്നു വരുന്നെങ്കിൽ എൻ്റെ ജീവിതം നല്ലതായിട്ട് പോയെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ് എന്ന്. 3 ബ്രാഞ്ചാണ് ആദർശേട്ടൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന. പണത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷേ മനസ്സമാധാനമില്ലല്ലോ. പണമുണ്ടായിട്ട് എന്താ കാര്യം, മനസ്സമാധാനം വേണ്ടേ എന്ന്. ഇത് സങ്കടമെല്ലാം കേട്ടിട്ട് നന്ദു ചോദിക്കുകയാണ്, ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന്. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ വിളിക്കുമ്പോൾ നീ ഒന്ന് ഫോൺ എടുത്താൽ മതി, അല്ലെങ്കിൽ നീ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചല്ലേ പോകുന്ന, അങ്ങനെയൊന്നും കാണിക്കരുതെന്ന്. നന്ദു പറയുകയാണ്, ശരി അനി ഇനി വിളിക്കുമ്പോൾ ഞാൻ ഫോണും എടുക്കാം, അനിയെ കാണുമ്പോൾ ഇനി മുഖം തിരിച്ച് പോകത്തുമില്ല എന്ന്. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന്. അപ്പോൾ ആരും അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അനി പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, അനാമിക ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവൾക്കാണെങ്കിൽ വലിയ ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള കുട്ടിയാണെന്ന്. അതുവിനെ കൊല്ലാൻ വരെ ആളെ വിട്ടവളല്ലേ അവൾ, അതുകൊണ്ട് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അനിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അനി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് നന്ദു. അതിനുശേഷം നന്ദു അവിടെ നിന്ന് ജോത്സ്യനെ കാണാനാണ് പോകുന്നത്. ജോത്സ്യനെ കാണാൻ പോകുമ്പോൾ ജോത്സ്യൻ ചോദിക്കുകയാണ്, കുട്ടിക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലല്ലോ, അമ്മയുടെ കൂട്ടത്തും കുട്ടിയെ കാണുന്നില്ലല്ലോ എന്ന്. എന്താ ഇപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോൾ അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ കാണാൻ വരത്തുള്ളൂ എന്നു. എന്നിട്ട് ജോത്സ്യം പ്രശ്നം വെച്ചൊക്കെ നോക്കിയതിന് ശേഷം നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ്, മോളൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നില്ലേ, ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുകയാണ്. അതൊക്കെയാണ് ഇതിൽ കാണുന്ന. അന്ന് മോളുടെ അമ്മ മോളുടെ കല്യാണക്കാര്യം അറിയാൻ വേണ്ടി വന്നപ്പോഴും അന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടത്, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് എന്ന് പറയുമ്പോൾ നന്ദു പറയണ, ആ പയ്യൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ജ്യോത്സ്യം പറയണ, ആ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹം നിലനിൽക്കില്ല എന്ന് പറയുകയാണ്. നന്ദു പറയുകയാണ്, അത് ശരിയല്ലല്ലോ തിരുമേനി എന്ന്. അപ്പോൾ തിരുമേനി പറയുകയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, അയാളുടെ വിവാഹം കഴിഞ്ഞാൽ തന്നെ 1 വർഷം വരെ തന്നെ ആ ബന്ധം നിലനിൽക്കില്ല എന്ന്. പോയ 1 വർഷം തന്നെ ആ ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് തിരുമേനി പറയുകയാണ്, മോളുടെ മനസ്സിലും ആ പയ്യനുണ്ടെന്ന് അറിയാം, ആ പയ്യൻ്റെ മനസ്സിലും മോളുണ്ടെന്ന് അറിയാം, ആ പയ്യന് മോള് ജീവിതത്തിൽ വരണമെന്നാണ് ആഗ്രഹം എന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമമാവണേ. അപ്പോൾ നന്ദുവിൻ്റെ വിഷമം കാണുമ്പോൾ തിരുമേനി പറയണം, ഒരിക്കൽ കൂടി വേണമെങ്കിൽ വെച്ച് നോക്കാമെന്ന്. എന്നിട്ട് തിരുമേനി പറയുകയാണ്, ഒരിക്കൽ കൂടി വെച്ച് നോക്കിയിട്ടും കാര്യമല്ല, ഈ പറഞ്ഞതൊന്നും മാറാൻ പോകുന്നില്ല എന്ന്. അതിനുശേഷം നന്ദുവിൻ്റെ ജോലിക്കാരിയൊക്കെ നോക്കുകയാണ്. ജോലിക്കാരിയൊക്കെ നോക്കിയിട്ട് ജോത്സ്യം പറയുകയാണ്, മോൾ ഇടയ്ക്ക് വല്ല ടെസ്റ്റ് വല്ലതും എഴുതിയിട്ടുണ്ടോ, മോൾക്ക് SI ആവാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്,
മോൾക്ക് നല്ല ഭാഗ്യവും കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ മോളുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലാത്തതെന്ന്. ശേഷം ദക്ഷിണയൊക്കെ കൊടുത്ത് നന്ദു അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ആദർശിനെയും നയനയാണ് കാണിക്കുന്നത്. അവരിപ്പോഴും ഹോട്ടലിലെ റൂമിൽ തന്നെയാണ്. ആദർശിൻ്റെ മടിയിലാണ് നയന കിടക്കുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ്, നിനക്കിപ്പോൾ വയ്യാണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അധിക സ്ഥലങ്ങളിലൊന്നും പോവാത്തതെന്ന്, ഈ റൂമിൽ തന്നെ ഇരിക്കുന്നതെന്ന്. അടുത്തൊരു കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്, നിനക്ക് വയ്യാത്തതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോവാത്തതെന്ന്. അപ്പോൾ നയന പറയാണ്, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ആദർശേട്ടാന്ന്. ഞാൻ കരൾ കൊടുക്കുകയല്ലേ ചെയ്തത്, ഞാൻ കരൾ സ്വീകരിക്കുകയല്ലല്ലോ ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. 2 ആഴ്ചത്തെ റെസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മ പോലും പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയല്ലേ എന്ന്. ഇടയ്ക്ക് മുത്തശ്ശനൊക്കെ വിളിക്കുമ്പോൾ പറയുമായിരുന്നു റിസ്ക്കുള്ള യാത്രയൊന്നും പോകരുതെന്ന്. അപ്പോൾ നയന പറയും, അതുകൊണ്ടൊന്നല്ല, ആദർശേട്ടന് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ആദർശ് പറയുക, നീ പറയുന്നത് ശരി തന്നെയാണ്. നീ പുറത്തേക്കൊക്കെ ഇറങ്ങി നിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ നീ എപ്പോഴും നിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇരിക്കാമല്ലോ എന്ന്. അതിനുശേഷം ആദർശ് പറയണേ, അമ്മയും നീയായിട്ടുള്ള പിണക്കമൊക്കെ മാറിയെങ്കിൽ നമുക്കിടയിൽ ഒരു കുഞ്ഞുകൂടി വരണമായിരുന്നു എന്ന്. അതിനുശേഷം ആദർശ് പറയുകയാണ്, അമ്മയും നീയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞും കൂടി വേണം. നീ അതിനു വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്ന് നയനയോട് പറയണേ ആദർശ്. ഇങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദർശിൻ്റെ തോളിലേക്ക് ചാരി കിടക്കുകയാണ് നയന. ഇങ്ങനെ നയനയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.